ഡിവിഷൻ മെമ്പർ ഡോജിൻ ജോൺ അരഞ്ഞാണിക്ക് മുത്തോലപുരം നിവാസികളുടെ സ്നേഹാദരവ്. നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കൽ, കുടിവെള്ള പദ്ധതികൾ, ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനുള്ള അംഗീകാരമായിട്ടാണ് സ്നേഹാദരവ് അർപ്പിച്ചത്. ജോണി കൊമ്മറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടോണി തെങ്ങുംപള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. മുത്തോലപുരം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഡോജിൻ ജോൺ അരഞ്ഞാണിക്ക് മുത്തോലപുരം നിവാസികൾ സ്നേഹാദരവ് നൽകി. മുത്തോലപുരം കുടിവെള്ള പദ്ധതി, ഉരുളിച്ചാലി നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കൽ, മുത്തോലപുരം പള്ളിത്താഴത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അംഗീകാരമായിട്ടാണ് ഡോജിൻ ജോൺ അരഞ്ഞാണിക്ക് നിവാസികൾ സ്നേഹാദരവ് അർപ്പിച്ചത്. ജോണി കൊമ്മറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടോണി തെങ്ങുംപള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മുത്തോലപുരം മുദ്ദേവർ ക്ഷേത്രം, സെന്റ് പോൾ സ്കൂൾ, കൂരുപള്ളി എന്നിവിട മിനിമാസ്റ്റ് ലൈറ്റുകൾ, മുത്തോലപുരം കവല, പാത്തിക്കൽ ട്രാക്ടർ പാസേജിനുള്ള ഫണ്ട്, തോട്, റോഡ്, പുറംഭിത്തി നിർമ്മാണം, പുരിയങ്കുന്നേൽ താഴം നടപ്പാത, ചേലക്കൽ വെട്ടിയോടി മുത്തോലപുരം അമ്പലപ്പടി കുടിവെള്ള പദ്ധതി, ആലപുരം തോണമല കുടിവെള്ള പദ്ധതി, കേളംകുളം SC സാംസ്കാരിക നിലയം, മുത്തോലപുരത്തിന് നഷ്ടപ്പെട്ട മാവേലി സ്റ്റോർ തിരികെ ലഭ്യമാക്കൽ, മുത്തോലപുരം പാടത്ത് ലീഡിംഗ് ചാനൽ നിർമ്മാണം തുടങ്ങി നിരവധി വികസന പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ ചിലവിൽ നടപ്പിലാക്കാനായതായും ടോണി തെങ്ങുംപള്ളിയിൽ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും ജോസ് കെ മാണി MP, മന്ത്രി റോഷി അഗസ്റ്റിൻ, മുൻ MP തോമസ് ചാഴിക്കാടൻ എന്നിവർ നൽകിയ ഫണ്ടുകളും സമയബന്ധിതമായി ഉപയോഗിക്കാനായതും വലിയ സഹായകരമായി എന്ന് ഡോജിൻ ജോൺ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ 2 വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 1 വർഷം കൂടി എടുത്ത് 3 വർഷം കൊണ്ട് തീർക്കാൻ സാധിച്ചു. ഇന്ന് എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് കേൾക്കുമ്പോൾ അതീവ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും, കാരണം അതിനു മാത്രം അപമാനങ്ങൾ നമ്മൾ കേട്ടിരുന്നു. പ്രശാന്ത് PG, VJ പീറ്റർ, ജോസഫ് ചേട്ടാണി, ജോസഫ് ഒറ്റപ്ലാക്കിൽ, പ്രതീഷ് കുര്യാപ്പള്ളി, സുരേഷ് പ്രഭാകർ എന്നിവർ സംസാരിച്ചു. ആ ജനങ്ങൾക്കൊക്കെ ഒരു മാതൃകയാകണം നമ്മുടെ മെമ്പർ. ഇതുപോലത്തെ 3, 4, 5 കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തോടിന്റെ സൈഡ്, അതിലും രസമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി സാറ് കവലവഴി ഉദ്ഘാടനം നടത്തി. അതിന്റെ ജസ്റ്റ് തലേദിവസം ഒരു പോസ്റ്റ് ഇട്ടു, കണ്ടകൃഷികൾ മൊത്തം ഇല്ലാതാവുകയാണ്, ഒരു മെയിൻ കെട്ടിംഗ് ആയിട്ട് പോസ്റ്റ്. അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ഇന്നലെ കുറ്റിക്കാട്ട് പാടത്തും വെട്ടുവെളിപ്പാടത്തും പുതിയ മെഷീൻ ഇറക്കിക്കൊണ്ട് ഞാറുനട്ട് കണ്ടം കൃഷി ഒരു 6-7 ഏക്കർ പാടം കൃഷി ചെയ്ത് അതിനും ഡോജിൻ മെമ്പർ മുൻകൈ എടുത്തുകൊണ്ടാണ് പദ്ധതികൾ മുന്നോട്ട് വരുന്നത്. എന്ത് പദ്ധതി ഉണ്ടാക്കിയാലും ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മെമ്പറെയാണ് നമുക്ക് ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Indoor Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest.